ഹലോ കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം ഭയങ്കര മഴയെല്ലാന്നല്ലേ എല്ലായിടത്തും. നമ്മളെ നാട്ടിൽ ഇപ്പം ഭയങ്കര മഴയെല്ലാം തന്നെയാണ്. പിന്നെന്താ പനീൻ്റെ സീസൺ തുടങ്ങി. ഒരാഴ്ചയായിട്ട് എനക്കും പനിയും കാര്യങ്ങളെല്ലാമാണ്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ലേറ്റ് ആയത്. ഇത് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച എടുത്തു വെച്ച വീഡിയോ ആണ്. ഇന്ന് ഞായറാഴ്ച കറക്റ്റ് ഒരാഴ്ചയായിട്ടുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര തൊണ്ടവേദനയും സൗണ്ടൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഇന്നത്തേക്കാണ് സൗണ്ടും കാര്യങ്ങളെല്ലാം ഓക്കെ ആയി വന്നത്. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് എന്താ പറയുക, സൺഡേ സ്പെഷ്യൽസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ്. അങ്ങനെ ഒരുപാട് സ്പെഷ്യൽസ് ഒന്നും ഇല്ല. അപ്പോൾ രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാൻ കയറാൻ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്താ ഉണ്ടാക്കണേന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അങ്ങനെ എടുത്തൊരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ പൃഥ്വിയേട്ടൻ രാവിലെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ടി വി കാണുന്നുണ്ട്. ദേവൂട്ടി കളിക്കലാണ്. നന്ദു കരാട്ടക്കും പോയിട്ടുണ്ടായിനെ. അപ്പോൾ രാവിലത്തെ ചായയോടെയും കാര്യങ്ങളെല്ലാം നേരത്തെ കഴിഞ്ഞു. രാവിലെ ഇന്ന് ഉപ്പുമാവാണ് ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ഉപ്പുമാവും അച്ചാറും ആയിരുന്നേ. പൃഥ്വിയേട്ടനോട് പഴം വാങ്ങാൻ പറഞ്ഞിട്ട് പിന്നെ മറന്നുപോയി വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൃഥ്വിയേട്ടന് പിന്നെ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ വേഗം രാവിലെ കുറച്ച് അച്ചാറാക്കിയിട്ടുണ്ടായിനെ. കേട്ടാ, നല്ല മാങ്ങ അച്ചാർ. വീട്ടിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച പിന്നെ അമ്മ മാങ്ങ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു പൃഥ്വിയേട്ടൻ പോയ സമയത്ത്. അപ്പം ഞാനത് കുറച്ച് മുറിച്ചിട്ട് നേരം അച്ചാറിട്ടു. പിന്നെ കുറച്ച് മുറിച്ചിട്ട് കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ടായിനെ. കാണിച്ചു തരാം. ഇതുപോലെ കുറച്ച് ഞാൻ മുറിച്ചിട്ട് കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പം നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് അച്ചാറാക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഉപ്പ് ഇട്ടിട്ട് കുപ്പിയിൽ നിറച്ചുണ്ടായിന് കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്കി ഫുള്ള് ഞാനിന്ന് അച്ചാറാക്കിയിട്ടുണ്ട്. ഇനി ഒരു കുപ്പിയിലും കൂടെ അത് കുറച്ച് വെലിങ്ങനെ ഉപ്പിലിട്ട വാങ്ങിങ്ങനെ നമുക്ക് ചോറിന് വേണ്ടേരം കൂട്ടാലോ. അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇതെന്തായാലും ഞാൻ അച്ചാറാക്കാൻ വേണ്ടിയിട്ട് മുറിച്ചിട്ടതാണ്. അപ്പോൾ ഒരുപാട് ആക്കി വെച്ചിട്ടില്ല. ആക്കി വെച്ചാലും പെട്ടെന്ന് തീരും കേട്ടോ. എല്ലാവരും അച്ചാറിന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. പിന്നെ അച്ചാർ കണ്ടു കഴിഞ്ഞാൽ നന്ദു പറയും സ്കൂളിൽ കൊണ്ടുപോട്ടെ എന്ന് പറയും. പിന്നെ സ്കൂളിൽ കൊടുത്തേക്കുമ്പം കുറച്ചധികം കൊടുക്കണമല്ലോ, ഫ്രണ്ട്സിനെല്ലാം കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അച്ചാറെല്ലാം പെട്ടെന്ന് തീരുവേ. അതുകൊണ്ട് ഇത് രാവിലെ തന്നെ ഞാൻ കാണുന്നുണ്ടോ അച്ചാർ ആക്കിയിട്ടുണ്ടേ. ഇനി വേണം നമുക്ക് ചോറും കറിയും പരിപാടികളെല്ലാം തുടങ്ങാൻ. അപ്പോൾ ഇതാ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് അരി കഴുകിയിടാൻ പോവാണ്. അപ്പോൾ എന്തായാലും ചോറിന് അരിയിടട്ടെ. പിന്നെ ഇത് റേഷൻ അരിയാണ് വെക്കുന്നത്. സമയം ഇപ്പോൾ 11 മണി ആയിട്ടുണ്ട്. ഞാൻ എപ്പം പറയുന്ന പോലെ ഞായറാഴ്ച ആകുമ്പോൾ എല്ലാം നമ്മൾ ലേറ്റ് ആയിട്ടേ ചെയ്യുള്ളൂ അല്ലേ. രാവിലെ ആ ചായയെല്ലാം കുടിച്ചാകുമ്പോഴത്തേക്ക് തന്നെ 9:30 9:45. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ തുണി അലക്കാനുണ്ടായി. അതെല്ലാം അലക്കി അടിച്ചു വാരൽ കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞു. ഇനി വേണം ചോറും കറിയെല്ലാം വെക്കാൻ. അങ്ങനെ തമ്പനയിലെ കണ്ടതുപോലെ അങ്ങനെ ഒരുപാട് സ്പെഷ്യൽസ് ഒന്നും ഇല്ല കേട്ടോ. സൺഡേ സ്പെഷ്യൽ എന്ന് പറയാൻ 1-2 കറികൾ. അത് എന്തെല്ലാം ആക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. വേഗം അരി കഴുകി എടുപ്പത്തിരട്ടെ. പിന്നെ വേഗം അരി എടുപ്പത്തിരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റേഷൻ അരിയാണ് ഇടുന്നത്. പുറത്ത് ഭയങ്കര മഴയാണ്. അതുകൊണ്ട് ഞാൻ നമ്മളെ ഡൈനിങ് റൂമിലേക്ക് വന്നിട്ടേ ഉള്ളത് കേട്ടോ. ഭയങ്കര മഴയുടെ സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ ചോറ് എന്തായാലും അവിടെ അടുപ്പത്ത് റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കറി എന്താണെന്നല്ല ഞാൻ ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പരിപ്പെല്ലാം തട്ടിയിടുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പരിപ്പ് കറിയായിരിക്കും എന്നല്ലേ. അപ്പോൾ വെറും പരിപ്പല്ല, നമ്മൾ ഇന്ന് പരിപ്പും ചക്കയും കൂടെ മൂളീശാണ് വെക്കുന്നത്, ചക്ക മൂളീശം. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് പരിപ്പും കൂടി ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇതാ പരിപ്പ് എടുത്തു. ഇനി ചക്ക വേണം അല്ലേ. ചക്ക തലേ ദിവസം തന്നെ ഇതാ ക്ലീനാക്കി മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിനെ. ചക്കയും ചക്കക്കുരും എല്ലാം അതെൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ ഞാനും അമ്മയും അടുത്തമ്മയും കൂടെ ചക്കയെല്ലാം പാങ്ങാക്കി വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ചക്കയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കഴുകി എടുക്കണം. എന്നിട്ട് നമ്മൾ ചക്ക മൂളീശാണ് വെക്കാൻ പോകുന്നത്.
ചക്കമൂളീസ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ, സിമ്പിളാണ്. കഴിഞ്ഞാലും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്നാലും ഒന്നും കൂടെ നിങ്ങൾ കണ്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് പരിപ്പെടുത്ത് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതാ നമ്മളെ ചക്കയും ചക്കക്കുരുവും നല്ലോണം കഴുകിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനില്ലേ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം. ഇപ്പം ഞാനെടുത്തത് ചോനപ്പരിപ്പാണ്. മഞ്ഞപ്പരിപ്പ് പോലും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുകയെന്ന് അമ്മ പറഞ്ഞിനെ. അപ്പം എൻ്റെ അടുത്ത് മഞ്ഞപ്പരിപ്പ് ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് പരിപ്പ് മാത്രമല്ല, കടല ഇട്ടിട്ട് വെക്കാം, പയറിട്ടിട്ട് വെക്കാം. അമ്മേൻ്റെ അടുത്ത് അന്ന് കടല ഇട്ടിട്ടാണ് വെച്ചിന്, ഏട്ടത്തേമ്മേൻ്റെ അടുക്ക പയറിട്ടിട്ടും. നമ്മൾ മൂന്നാളും 3 വെറൈറ്റി രീതികളിലാണ് ചക്കമൂളീശം വെച്ചത്. അപ്പോൾ എൻ്റെത് മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട്, ചക്കയും പരിപ്പും വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ചോറ് ഞാനില്ലേ റേഷനരി ആകുമ്പം ഞാൻ ഗ്യാസുമ്മൽ വെച്ചിട്ട് ഒന്ന് പതച്ച് കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ആടെ തന്നെ അടച്ച് വെക്കുക. എന്നിട്ട് കുറച്ച് സമയം നോക്കുമ്പോഴത്തേക്ക് വെന്തിട്ടുണ്ടാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. തിളച്ചിട്ട് നമ്മൾ ആടെ തന്നെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ, റൈസ് കുക്കറിലൊന്നും വെക്കണ്ട. കുറുവേരി ആണെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങിയിട്ട് റൈസ് കുക്കറിൽ വെക്കൂലോ കേട്ടോ. റേഷനരി ആകുമ്പോൾ ഒന്ന് പതച്ച് കഴിഞ്ഞാൽ ആടെ തന്നെ അടച്ചു വെക്കും. പിന്നെ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് അത് നല്ല പാകത്തിന് വെന്തിട്ടുണ്ടാവേ. അങ്ങനെ ഇത് എൻ്റെ ചോറ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് വേഗം എടുത്ത് വാർത്തു. എന്നിട്ട് ആ അടുപ്പത്തേക്ക് തന്നെ നമ്മളെ ചക്കമൂളീസത്തിൻ്റെ സാധനങ്ങളും കൂടെ വെക്കുവാന്ന് കേട്ടോ. കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ചൂടുവെള്ളത്തിന് വെച്ചതാണ്. കുക്കർ ഒരു 2 വിസിലടുപ്പിച്ചാൽ മതിയാവും കേട്ടോ. ഞാൻ ചെറിയ പരിപ്പല്ലേ ഇട്ടിന്, വലിയ പരിപ്പാണെങ്കിൽ കുറച്ചും കൂടെ വേവധികം ഉണ്ടാവും. ചെറിയ പരിപ്പാകുമ്പോൾ വേഗം വെന്ത് കിട്ടും. അതുകൊണ്ട് ഞാൻ ഒരു 2 വിസിലടുപ്പിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കന്നെ നമ്മളെ പാകത്തിന് വെന്ത് കിട്ടിക്കോളും. അങ്ങനെ ഞാനിതാ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ട് പോയി നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ്റെ മടിയിൽ കിടന്ന് ദേവൂട്ടി ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ എണീറ്റിട്ടുണ്ടായിനെ. അതുകൊണ്ട് തന്നെ നല്ല മഴയല്ലേ, തണുപ്പത്ത് കിടന്നുറങ്ങാൻ നല്ല സുഖമല്ലേ. അങ്ങനെ ഇതാ പ്രതിയേട്ടൻ ദേവൂട്ടീനെ ഉറക്കിയിട്ട് കൊണ്ട് കിടത്തിയിട്ടുണ്ട്. നന്ദു ഞാൻ പറഞ്ഞില്ലേ കരാട്ട ക്ലാസ്സിന് പോയിട്ട് ഇനിയും വന്നിട്ടില്ല. ഞായറാഴ്ചയായിട്ട് നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുവാന്ന് കേട്ടോ. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ്. അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാനും ഒന്നും പറ്റൂലല്ലോ, കളിക്കാനും ആരുമില്ല. അതുകൊണ്ട് ദേവൂട്ടി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ദേവൂട്ടിനെ ഉറക്കി കിടത്തിയപ്പാട് പ്രതിയാട്ടം പോയിട്ട് എനിക്ക് തേങ്ങയെല്ലാം ഒരിച്ചുകൊണ്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിങ്ങനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൊത്തിക്കൊണ്ടിരിക്കുവാണേ. കൊത്തിയിട്ടും ആണെങ്കിൽ തേങ്ങ പൊട്ടുന്നേ ഇല്ല. ലാസ്റ്റ് ഒരു വിധത്തിൽ അതൊന്ന് പൊട്ടി കിട്ടിയിട്ടുണ്ടായിനി. പക്ഷെ നോക്കുമ്പോഴത്തേക്ക് അത് കൊട്ടത്തേങ്ങയായിരുന്നു കേട്ടോ. കൊട്ടത്തേങ്ങയെങ്കിൽ കൊട്ടത്തേങ്ങ, ഇപ്പം കൊട്ടത്തേങ്ങ തന്നെയാണ് നമുക്ക് ആശ്രയം. എന്താ വെച്ചാൽ തേങ്ങ കുറവാണ്, ഇപ്പം തേങ്ങയൊന്നും ഇല്ല, അങ്ങനെ പച്ചത്തേങ്ങ കിട്ടൽ കുറവാണ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ കൊട്ടത്തേങ്ങയെല്ലാം വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതും ഇല്ലെങ്കിൽ പിന്നെ പീടിയെന്ന് വാങ്ങും കേട്ടോ. പീടിയയിലായാലും തേങ്ങക്കല്ല ഇപ്പം ഭയങ്കര വിലയും അല്ല, കിട്ടാനില്ല. ഇപ്പം പീടിയയിലൊന്നും പോയി കഴിഞ്ഞാൽ തേങ്ങ ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് നമ്മളധികവും ഇതേപോലെയുള്ള കൊട്ടത്തേങ്ങയെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. അത് ചിലപ്പം ഞാൻ ഇതേപോലെ ഡയറക്റ്റായിട്ട് തന്നെ മിക്സിയിലേക്ക് മുറിച്ചിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക ചെയ്യുക. പിന്നെ വേണമെങ്കിൽ ചില ആൾക്കാർ അതിൻ്റെ ആ ഒരു കറുപ്പ് കളർ പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ തോല് മുറിച്ച് കളഞ്ഞിട്ട് ആ തേങ്ങ മാത്രം ഇട്ടിട്ട് അടിച്ചിട്ടാക്കും. ഇനി നമുക്ക് കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിലിട്ട് പുതിർത്ത് വെച്ചിട്ട് മുറിച്ചിട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ചാൽ നമ്മളെ തേങ്ങ ചിരകിയതുപോലെ തന്നെ ആവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കഷ്ടപ്പെട്ടിരിച്ച തേങ്ങ ഇങ്ങനെയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഇതെങ്കിലും ഇത് കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസത്തിൽ ഞാൻ പിന്നെ അത് വേഗം മുറിച്ചിടുവാനേ. മോളീസത്തിനാകുമ്പം ഈ തേങ്ങയായാലും മതി. മോളീസത്തിന് നമുക്ക് അധികം അരക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയേ വേണ്ടൂ. അത് ഏത് മോളീസത്തിനായാലും അതെ, നമ്മൾ കടല മോളീസം വെക്കുമ്പോൾ പരിപ്പ് മോളീസം വെക്കുമ്പോൾ എല്ലാം തേങ്ങയും ജീരകമൊന്നും അധികം അരക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ഇതാ തേങ്ങ ഇതേപോലെ പൂളിപ്പൂളി ഇട്ടു. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തുവേ. എന്നിട്ട് ഞാനിത് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് തേങ്ങ എടുത്ത് മാറ്റി വെക്കുന്നുണ്ടേ. നമുക്ക് വറവിനിടാൻ വേണ്ടിയിട്ടാണ്. വറവിനിടാനും വേണം, പിന്നെ നമ്മളെ മോളീസത്തിൽ വറുത്തിടാനും വേണേ. അപ്പോൾ ഇതിൽ ചതച്ചിടാൻ കുറച്ച് തേങ്ങേൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാ അങ്ങനെ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്ത് അതിലേക്ക് കുറച്ച് ജീരകവും കുറച്ചും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതവിടെ ചതച്ച് വെച്ചു. അപ്പോഴത്തേക്ക് നമ്മളെ കുക്കർ ഞാൻ 2 വിസിലടിച്ചേരം ഓഫാക്കി വെച്ചിട്ടുണ്ടായിനെ. അങ്ങനെ ഞാനിതാ കുക്കർ തുറന്നു നോക്കുവാണ്. കരിഞ്ഞിട്ടുണ്ടോ എന്നെല്ലാം നോക്കണമല്ലോ, വെള്ളം വറ്റിയിട്ട് ചിലപ്പം കരിഞ്ഞു പോകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ അത് കരിഞ്ഞു പോയിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. വെള്ളമെല്ലാം വറ്റി പോയിട്ടുണ്ടായിനെ, പക്ഷെ എന്തോ ഭാഗ്യത്തിന് കരിഞ്ഞിട്ടുണ്ടായിട്ടില്ല. എന്നിട്ടാകുമ്പോൾ ഇതാ ഞാൻ ആ ചക്കയും കുരുവും പരിപ്പും എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ചതച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നിങ്ങളുടെ കയ്യിൽ പച്ചത്തേങ്ങ ഉണ്ടെങ്കിൽ പച്ചത്തേങ്ങ എടുക്കുന്നത് തന്നെയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തേങ്ങ കയ്യിലില്ലാത്തത് കൊണ്ടാണ് കൊട്ടത്തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു ചെറിയ അതിൻ്റെ ഒരു കറുപ്പ് കളർ വരുന്നേ ഉള്ളൂ. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കറുപ്പ് കളർ കാണുമ്പം ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ തോലൊന്ന് ചെത്തിക്കളഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ പിന്നെ തോലൊന്നും ചെത്തിക്കളയാനൊന്നും നിൽക്കില്ല, അങ്ങനെ തന്നെ അടിച്ചിട്ട് ഇതാ
നമ്മളെ മൂളീസിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുമെന്ന്. അതിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ആക്കണ്ട, മൂളീസല്ലേ കുറച്ച് ഉറച്ചിട്ടുള്ളതാണ് ടേസ്റ്റ്. എന്നാലും നമ്മളൊന്ന് തിളച്ച് വരുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് വറ്റും. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. കറിയാടുന്ന് തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് അച്ചാർ കുപ്പിയിലാക്കി വെക്കേ. അച്ചാർ രാവിലെ ആക്കിയതുകൊണ്ടെങ്കിൽ നല്ലോണം തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുപ്പിയിലാക്കി വെക്കാം. നല്ല മഴ പെയ്യുന്നത് കൊണ്ട് ഞാൻ വർത്താനം പറയുമ്പോൾ കൂടുതലും മഴേൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ അച്ചാർ കുപ്പിയിലേക്ക് ആക്കുമ്പോൾ എന്തെല്ലോ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒന്നല്ല, ഇങ്ങനെ അച്ചാർ നമ്മൾ ഈ ചില്ലിൻ്റെ കുപ്പിയില്ലേ അതിലാക്കി വെക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് കേട്ടോ ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിന്. പക്ഷേ എൻ്റെ അടുത്ത് ആകെ ഒരു ചില്ലിൻ്റെ കുപ്പിയുള്ളൂ. അതിൻ്റെ അകത്ത് ഞാൻ മോരൊഴിച്ച് വെച്ചതുകൊണ്ട് ഇപ്പം തൽക്കാലം പ്ലാസ്റ്റിക് കുപ്പിയിലാണ് ആക്കുന്നത്. പിന്നെ കുഴപ്പമൊന്നുമില്ല, 2 ദിവസം കൊണ്ട് നമ്മൾ അച്ചാർ കാലിയാവും, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്കിപ്പം അച്ചാറിനോട് വലിയൊരു താല്പര്യമൊന്നുമില്ല കേട്ടോ. പണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം, ഞാൻ വെറുങ്ങനെ കോരി തിന്നുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അച്ചാർ കാണുമ്പോൾ എനിക്ക് എപ്പം എൻ്റെ അച്ചച്ചനെ തന്നെയാണ് കേട്ടോ ഓർമ്മ വരും, എൻ്റെ അമ്മേൻ്റെ അച്ഛനെ. അച്ഛൻ എവിടെ പോയി വന്നപ്പാടുമില്ലേ ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് കുടിക്കും. ആ പച്ചവെള്ളം കുടിച്ചപ്പാട് അച്ചാറുണ്ടെങ്കിൽ ഒരു സ്പൂൺ അച്ചാറും കോരി വായിലിടും. അതെന്തിനാണെന്ന് അറിയില്ല, ഓരോ ശീലമായിരിക്കും. അപ്പോൾ എപ്പോൾ അച്ചാർ കൂട്ടുമ്പോൾ എനിക്ക് അച്ചച്ചനെ ഓർമ്മ വരും കേട്ടോ. പണ്ട് എപ്പോഴും അങ്ങനെ അച്ചച്ചന് അങ്ങനെ തന്നെയാണ്. പീടികയിലെല്ലാം പോയി വന്നപ്പാട് ഈ അച്ചാറും തിന്നും ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കും. അത് അച്ചച്ചൻ്റെ ഒരു ശീലമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും അങ്ങനെ അച്ചാർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വെറുതെ കോരി തിന്നലുണ്ടായിനെ. പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ ഡെലിവറി എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം തോന്നുന്നു എനിക്ക് അങ്ങനെ അച്ചാറിനോട് തീരെ അങ്ങനെ താല്പര്യമൊന്നുമില്ല. പിന്നെ ഈ നമ്മൾ കടകളിൽ നിന്നെല്ലാം വാങ്ങുന്ന അച്ചാറുണ്ടാവില്ല, അത് കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഉപ്പും പുളിയെല്ലാം ആയിട്ടുള്ള അച്ചാറില്ലേ, അത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പണ്ടത്തെ സ്വഭാവമാണെന്ന് തോന്നി ഇപ്പം നന്ദുവിന് കിട്ടിയിട്ടില്ലത്. നന്ദു അച്ചാർ നല്ലോണം കഴിക്കും. ഇതേപോലെ വെറുങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ട് നന്ദുവിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉപ്പിലിട്ട മാങ്ങയും അച്ചാറും എല്ലാം. ഉപ്പിലിട്ട മാങ്ങ കൂട്ടാൻ എനിക്കും ഇഷ്ടം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഏട്ടത്തിയമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഉപ്പിലിട്ട മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് തിന്നാൽ പിന്നെയും പിന്നെയും തിന്നുകൊണ്ടിരിക്കാൻ തോന്നും. പക്ഷേ ഇപ്രാവശ്യം നമുക്കങ്ങനെ മാങ്ങയൊന്നും കിട്ടിയിട്ടേ ഉണ്ടായിട്ടില്ല ഉപ്പിലിടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 2 കൊല്ലമായിട്ട് മാങ്ങ കിട്ടൽ തീരെ കുറവാണ്. 2 കൊല്ലത്തിന് മുന്നേലും നമുക്ക് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഒരുപാട് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വലിയ കുപ്പീൻ്റെ അകത്തെല്ലാം ഇങ്ങനെ നിറച്ച് മാങ്ങ ഉപ്പിലിട്ട് വെക്കും. എന്നിട്ട് പിന്നെ നമുക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് ആകുമ്പോൾ എടുക്കാമല്ലോ. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ നിന്ന് എന്നാൽ കുറച്ച് മാങ്ങ കൊടുത്തയച്ചത് നമ്മൾ 3 ആളും കൂടി എടുത്തു, കുറച്ച് അച്ചാറും ആക്കി, കുറച്ച് ഇങ്ങനെ മുറിച്ച് വെറുങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയെല്ലാം. അപ്പോൾ ഞാനിത് അച്ചാറെല്ലാം കുപ്പിയിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേഗം ഈ ചീൻചട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എനിക്ക് നമ്മളെ ചക്കമുളീസത്തിന് തേങ്ങയും കടുകും എല്ലാം വറുത്തിടാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിൽ ഈ ഒരു ചീൻചട്ടി മാത്രമേ ഇല്ല കേട്ടോ, അതുകൊണ്ട് എല്ലാത്തിനും ഇതന്നെയാണ് മാറി മാറി ഉപയോഗിക്കുക. അങ്ങനെ ഇതാ പാത്രമെല്ലാം കഴുകി അടുപ്പത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ ചീൻചട്ടി ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ഇതാ എണ്ണ ഒഴിക്കാൻ പോകുമ്പോഴത്തേക്കാണ് നമ്മളെ പറ്റിച്ചത്. കറണ്ട് പോയട്ടാ, പിന്നെ ഫുൾ ഇരുട്ടാണ്. ബാക്കിൽ പിന്നെ ഷീറ്റ് കെട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ അടുക്കളയിൽ ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. എത്ര പകലാണെങ്കിലും പിന്നെ കറണ്ട് ഇല്ലാണ്ട് എൻ്റെ അടുക്കളയിലേക്ക് കയറാനേ പറ്റൂല. അതുകൊണ്ട് കറണ്ട് ഇല്ലാത്ത ദിവസം ഒരു പണിയെടുക്കാനും പറ്റൂല. എമർജൻസിയും ഇല്ല, പിന്നെ ടോർച്ചെല്ലാം അടിച്ചു വെച്ചിട്ട് വേണം എന്തെങ്കിലും പണിയെടുക്കാനല്ല കേട്ടോ. അപ്പോൾ ഭയങ്കര ഇരുട്ടാണ് എൻ്റെ അടുക്കളയിൽ, നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവുമല്ലോ. ഇത് പൊട്ടിക്കാൻ അടുപ്പത്ത് വെക്കുമ്പോഴത്തേക്ക് കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫ്ലാഷ് ലൈറ്റെല്ലാം കത്തിച്ചിട്ട് ആണ് ഇപ്പോൾ എടുക്കുന്നത്. ഇനിയിപ്പം ബാക്കി കുക്കിംഗ് എല്ലാം എടുക്കണമെങ്കിൽ കറണ്ട് വന്നിട്ടില്ലെങ്കിൽ മൊത്തം പണി വാളും. പക്ഷേങ്കിൽ ഞാൻ ഇവിടുന്ന് വീഡിയോ അവസാനിപ്പിക്കും കേട്ടോ. ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് എത്ര നേരം എടുക്കാൻ പറ്റുമോ. അപ്പോൾ കടുക് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് വറുത്തിട്ട് നമ്മളെ ചക്കമുളീസത്തിലേക്ക് ഇട്ട് കൊടുക്കാം.
അങ്ങനെ ഇതാ അടിപൊളി ചക്കമുളീശ് റെഡി ആയിട്ടുണ്ട്. കടുകും തേങ്ങയെല്ലാം വറുത്തിട്ടു. ഇതിലേക്ക് കറിവേപ്പിലയും പിന്നെ ഉണക്കമുളകെല്ലാം വറുത്തിടാട്ടോ. പിന്നെ ഭയങ്കര മഴയായതുകൊണ്ട് കറിവേപ്പിലയൊന്നും പറിക്കാൻ പോയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ മൂളീശ് റെഡിയായി. വീഡിയോ കറണ്ട് വരാത്തതുകൊണ്ട് അവിടെ നിർത്താമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിന്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് സമയം നോക്കാണ്. അങ്ങനെ ഇതാ ഞാൻ ഇറയത്തേക്ക് വന്നു. നല്ല മഴയെല്ലാം കണ്ടുകൊണ്ട് വറവിനുള്ള പയറ് മുറിച്ചിടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ദേവൂട്ടി എണീറ്റിട്ടുണ്ടായിനെ. അങ്ങനെ നന്ദു ഇതാ ദേവൂട്ടീനെ വീണ്ടും ഉറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടിയിലിരുത്തിയിട്ട് കരാട്ടക്ക് പോയ കഥകളെല്ലാം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നന്ദുവിൻ്റെ കഥകളും കേട്ട് ഞാനിങ്ങനെ ഇതാ പയറും മുറിച്ചുകൊണ്ട് ഇറയത്തിരിക്കലായിരുന്നു. അന്നേരം മഴയും ആസ്വദിക്കുക, ഇതേപോലെ നന്ദുവിൻ്റെ കഥകളും കേൾക്കാം. നല്ല രസമല്ലേ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വേഗം പയറെല്ലാം മുറിച്ചെടുത്തു. കറണ്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പയറെല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് വേഗം വറവാക്കിയിട്ട് അപ്പോഴത്തേക്ക് ഇതാ അമ്മ ചക്ക മൂളീശം കൊണ്ടു തന്നിട്ടുണ്ട്. അമ്മ ചക്കയും കടലയും കൂടിയാണ് മൂളീശം വെച്ചിന്. ഞാൻ ചക്കയും പരിപ്പും കൂടിയാണ് വെച്ചിന്. ഏട്ടമ്മ പിന്നെ ചക്കയും നമ്മുടെ പയറില്ലേ മമ്പയറില്ലേ അതും കൂടി ഇട്ടിട്ടാണ് ഏട്ടമ്മ വെച്ചിന്. മൂന്നാളും 3 രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം അമ്മേൻ്റെത് ടേസ്റ്റ് നോക്കാൻ ഇങ്ങ് കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെത് അമ്മക്കും കൊടുത്തിട്ടുണ്ട് ടേസ്റ്റ് നോക്കാൻ. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്ക് ഇതാ ചക്കയും കടലയും മൂളീശും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേഗം ഞാൻ വറവാക്കട്ടെ. വെച്ചിട്ടുണ്ട്, അതവിടുന്ന് റെഡി ആവട്ടെ. പിന്നെ അമ്മ രാവിലെ എനിക്ക് കുറച്ച് മോര് കൊണ്ടു തന്നിട്ടുണ്ട്. അതിനെ അമ്മ വീട്ടിൽ തന്നെ ആക്കുന്ന മോരാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ കുറച്ച് ഉള്ളിയും കാന്താരി മുളകില്ലേ നമ്മൾ ഉണ്ടമുളക് അതുമെല്ലാം ഇട്ടിട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും നമുക്ക് പോയിട്ട് പറങ്കി പറിച്ചിട്ട് വരാം. എൻ്റെ മുളക് ചെടിയിൽ ഇതാ ഇപ്പം ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് കേട്ടാ. ഇതാ ഇത് മൊത്തം ഇങ്ങനെ ചാഞ്ഞു പോയി. അപ്പോൾ ഇതിന് പിടിച്ച് കെട്ടിക്കൊടുക്കണം. ഇതിലിങ്ങനെ ഉണ്ടാവുന്നതേ ഉള്ളൂ. ഓരോന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ വേറെ കാണിച്ചു തരാം. ഞാൻ പച്ചക്കറി നട്ട സ്ഥലമില്ലേ, അവിടെ 2 തൈ ഉണ്ടായിട്ടില്ലേ, അതിൽ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ മുളക് ഉണ്ടായിട്ടുണ്ട്. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസമാണ് അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് മുളക് ഞാനും അമ്മയും കൂടെ പറിച്ചിട്ടുണ്ടായത്. നമ്മൾ കണ്ടിട്ടുണ്ടായിട്ടില്ല കേട്ടോ അത്രയ്ക്ക് മുളക് ഉണ്ടായത്. പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിട്ടില്ല. കുറച്ച് ദിവസം മുന്നേ നോക്കിയാലും അങ്ങനെ മുളകൊന്നും കണ്ടിട്ടില്ല. പൂത്ത് നിൽക്കുന്നുണ്ടായിനെ. അപ്പോൾ അന്ന് തെങ്ങ് വെക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഞാനും അമ്മയും അവരപ്പുറം ഇങ്ങനെ പോയ സമയത്താണ് നിറച്ചെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും മുളക് കണ്ടത് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മുളക് നമ്മൾ കൊണ്ടാട്ടാക്കി. അപ്പോൾ അതിൻ്റെത് വേറെ തന്നെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. നിറച്ചെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നിറച്ച് ഞാൻ പാത്രമൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല അന്ന്. എന്നിട്ട് എൻ്റെ മടിയിൽ എൻ്റെ ഡ്രസ്സിൻ്റെ അകത്ത് ഞാൻ പറിച്ചിട്ടിട്ട് ഒരുപാടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളെ പണിക്ക് വന്ന നാരായണേട്ടനും കുറച്ച് കൊണ്ടാട്ടാക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിന്. പിന്നെ കയ്യോടെ ഞാനും അമ്മയും കൂടെ ഞാനല്ല ഞാൻ പറിച്ചെല്ലാം കൊടുത്ത് എന്നിട്ട് അമ്മ അത് കൊണ്ടാട്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരിക്കൽ വിചാരിച്ചു ഇതിൻ്റെ കൂടെ തന്നെ അതും കൂടെ ആഡ് ചെയ്താലോ എന്ന് വിചാരിച്ചിനെ. പക്ഷേ ഒരുപാട് ലെങ്തായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആഡ് ചെയ്യാഞ്ഞതാണ്. അപ്പോൾ അതൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വൈകാണ്ട് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഇതാ 2 ചെടിയാണ് ഉള്ളത്. നിറച്ചു മുളകുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തലേ ദിവസം പറിച്ചിട്ട് ഇതാ പിറ്റത്തെ ദിവസത്തേക്ക് ആദ്യമേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ 2-3 എണ്ണം ആവശ്യത്തിനുള്ളത് മാത്രമേ പറിച്ചെടുക്കുന്നുള്ളൂ. വെറുതെ പറിച്ചു കൊണ്ടുവച്ചിട്ട് വാടിക്കളയണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രമേ പിന്നെ പറിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പീടികയിൽ നിന്ന് പച്ചമുളക് വാങ്ങേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. കുറേ നാളത്തേക്ക് ഇതന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഭയങ്കര എരിവുള്ളതാണ്. ഒരു കഷ്ണമല്ലേ ഒരു കറിയിൽ ഇടേണ്ടി വരുമല്ലോ. എന്നാലും നല്ല അടിപൊളി പറങ്കിയാണ് കേട്ടോ. മോരിൻ്റെ കൂടെയെല്ലാം ഇട്ടാൽ പിന്നെ പറയണ്ട, സൂപ്പറാണ്. അങ്ങനെ ഞാനിത് എനിക്ക് ആവശ്യത്തിനുള്ള മുളകെല്ലാം പറിച്ചിട്ട് വീണ്ടും വീട്ടിലേക്ക് തന്നെ പോവുകയാണേ. ആവശ്യത്തിനുള്ള മുളക് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതന്നെ അധികമാണ്. ഇതിന് ഒറ്റൊരു മുളക് എനിക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് 2-3 എണ്ണം പറിച്ചു എന്നേ ഇല്ല കേട്ടോ. അപ്പോൾ ഇതിതാ തീരെ ചെറുതാണ്. ഇപ്പോൾ വലുതെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ കൊണ്ടാട്ടാക്കാൻ വേണ്ടിയിട്ടെല്ലാം പറിച്ചിട്ടുണ്ടായിനെ. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഒറ്റന്നേ വേണ്ടു. ബാക്കി ഇനി വലുതായിട്ടാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പറിച്ചെടുക്കാമല്ലോ. വെറുതെ പറിച്ചുകൊണ്ട് വെച്ചിട്ട് വെറുതെ വാടിപ്പോവല്ലേ ചെയ്യാം. അപ്പം എന്തായാലും ഇനി ഇത് മുറിച്ച് കുറച്ച് ഉള്ളിയെല്ലാം ആക്കിയിട്ട് മോരിലിടാം. അപ്പോൾ ഞാനിതാ ഒരു കഷ്ണം ഉള്ളിയും പച്ചമുളകും മുറിച്ചിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളെ മോരൊഴിച്ച് കൊടുക്കുവാണേ. അപ്പോൾ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ഇവിടെ പിന്നെ ചെറിയുള്ളി വാങ്ങലില്ല. ഏത് കറിക്കായാലും ചെറിയുള്ളിയാണ് വലിയുള്ളിനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഇതാ അതിലേക്ക്
നമ്മളെ മോര് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് മോരുണ്ടായിനി, അതും ഒഴിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ കാണിച്ചു തന്നിട്ടില്ലേ അമ്മ കൊണ്ട് തന്നത്, അതും ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുത്തു കേട്ടോ. നല്ല പുളിയില്ല മോരാണ്. ഇപ്പം അത് കാണുമ്പോൾ എനിക്കിപ്പം കൂട്ടാൻ തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മാത്രം മതി കുറച്ച് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. ആ മുളകിൻ്റെ ആ ടേസ്റ്റും എല്ലാം കൂടെ നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ ഞാനത് ഉപ്പ് നോക്കി തന്നെ പകുതിയും തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ വെറുതെ കോരി കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ കുറേ പ്രാവശ്യം ഞാൻ ഉപ്പ് നോക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാന്നേ. ഞാനും പ്രതിയാടിനെ ഇല്ലു, മക്കൾ രണ്ടാളും അപ്പുറത്തെ ഏട്ടന്മാരുടെ അടുക്ക പോയിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ നല്ല റേഷനരി ചോറ്, പയർ വറവ്, പിന്നെ ഇതാ ചക്ക മൂളീശം. അമ്മ തന്നെ കടലയും ചക്കയും മൂളീശം. ഇത് ഞാൻ വെച്ച പരിപ്പും ചക്കയും മൂളീശം, പിന്നെ അച്ചാറ്, പപ്പടം, പിന്നെ മോര്. ഇത്രയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇതെൻ്റെ പ്ലേറ്റ് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ കറികൾ കൊണ്ട്. പിള്ളമാരിലിതാ നേരത്തെ ചോറുണ്ടിട്ട് എല്ലാവരും കണ്ണ് കെട്ടിക്കളിയാണേ. ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തുനിന്ന് ചോറെല്ലാം കൊണ്ടിട്ടാണ് അവർ വന്നിന്. അങ്ങനെ എന്തായാലും ഞാനും പ്രതിയായിട്ടും ഇതാ ചോറുണ്ടാകാൻ പോകുന്നു. എപ്പോഴത്തെയും പോലെ നമ്മൾ TV കണ്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ സമയം ഒരു 2 മണിയെല്ലാം ആയിട്ടുണ്ടാവും. 2 മണിയെല്ലാം ആണ് നമ്മളെ ടൈം. പ്രതിയായിട്ടും വീട്ടിലുണ്ടെങ്കിൽ പണിക്ക് പോയിട്ട് 2 മണിക്ക് കഴിച്ച് ശീലമായതുകൊണ്ട് വീട്ടിൽ നിന്നായാലും ആ ഒരു 2 മണി കഴിയാണ്ട് പ്രതിയായിട്ട് ഫുഡ് കഴിക്കൂല കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ മൂളീശവും പപ്പടവും വറവും അച്ചാറും മോരും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതാ രണ്ടാളും കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുമെന്ന്. അപ്പോൾ ഇതെല്ലാമായിരുന്നു നമ്മളെ സൺഡേ സ്പെഷ്യൽ. നോൺ വെജ് ഒന്നുമില്ല കേട്ടോ, എല്ലാം നല്ല തരി നാടൻ വിഭവങ്ങളാണ്. അപ്പോൾ എൻ്റെ കറികളെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.